ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറിയും ഒരു നാടൻ കറിയാണെന്ന് മനസ്സിലായല്ലോ. കാണുമ്പോൾ തന്നെ അറിയാം നാടൻ ഒഴിച്ചുകറിയാണ്. അപ്പോൾ നമ്മുടെ ചെറുപയറും പപ്പായയും ചേർത്താണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത്. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് തേങ്ങ മതി. കുറച്ച് തേങ്ങയൊക്കെ അരച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കറി തയ്യാറാക്കാം. പിന്നെ കുറുകിയ കറിയാണ്, കൂടുതൽ ലൂസായിട്ടുള്ള കറിയല്ല, കുറുകിയിരിക്കുന്ന കറിയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചെറുപയറും പപ്പായയും ചേർത്തുള്ള കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പപ്പായ മുഴുവൻ എടുക്കില്ല കേട്ടോ, ഈ പപ്പായയുടെ ഒരു 1/3 അത്ര എടുക്കുള്ളൂ. അതിലേക്കായിട്ട് 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നമ്മൾ സോക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള അളവാണ് 1/2 കപ്പ്. സോക്ക് ചെയ്ത് കഴിയുമ്പോൾ കൂടുതലുണ്ടാവും, സോക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് 2-3 പച്ചമുളക് എടുക്കാം. 3-4 ഉള്ളി എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പപ്പായ ഒന്ന് തൊലിയൊക്കെ മാറ്റി കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറുപയറിന് കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ട്. അപ്പോൾ ഒരു 3 വിസിൽ വരുന്നത് വരെ ചെറുപയർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. പപ്പായ ഞാൻ ചട്ടിയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറുപയർ ആദ്യം കുക്കറിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. വേറെ ഒന്നും ചേർക്കണ്ട, ഉപ്പും വെള്ളവും ചെറുപയറും മാത്രം ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെറുപയർ ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ കപ്പങ്ങ വേറെ കുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ചെറുപയർ വെച്ചതുകൊണ്ട് തന്നെ വല്ലാതെ കുക്കായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കപ്പങ്ങയും കൂടി ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് ചെറുതായിട്ടൊന്ന് പഴുപ്പായി തുടങ്ങിയ പപ്പായാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പച്ച പപ്പായ തന്നെ എടുക്കണം കേട്ടോ. എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ പപ്പായാണ്. മധുരം അധികമൊന്നുമില്ല, ചെറിയൊരു മധുരമുള്ള രീതിയിലുള്ള പപ്പായാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. പച്ചമുളക് കുറച്ച് വലിപ്പം കൂടുതലാണ്, അതുകൊണ്ട് ഞാനതൊന്ന് കുറുകയും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പപ്പായയ്ക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ്. ആദ്യം നമ്മൾ ചെറുപയറിനുള്ള ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്പായ നന്നായിട്ട് കുക്കായി കിട്ടണം, നന്നായിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ് നമുക്ക്. അപ്പോൾ 2 വിസിൽ വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയിലേക്ക് 2 ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. സവാള ചേർക്കരുത് കേട്ടോ, ഉള്ളി തന്നെ ചേർക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകമില്ലേ, അത് ചേർക്കാം. ഇനി വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം ഈ ഒരു തേങ്ങ. ശരിക്കും അരയുന്ന പോലെയല്ല, അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് അരയണം എന്ന് എടുത്തു പറഞ്ഞത്. ഇനി നമുക്കിത് അരച്ചതിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഇത് കണ്ടോ. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉള്ളി, ഒരു 3-4 ഉള്ളി റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് വറവിടാനാണത്. അപ്പോൾ എല്ലാം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് വേഗം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനി ഉള്ളിയൊക്കെ റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. നമ്മുടെ പപ്പായയും പയറും എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം, ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് പപ്പായയും പയറും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഉടയ്ക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ഉടയ്ക്കാതെ തന്നെ ഈ കറി തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് ഉടച്ചു കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ വെള്ളം ചേർക്കാം. ഞാൻ ഒരുപാട് ഗ്രേവിയുള്ള കറിയായിട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് അരപ്പിൻ്റെ കൂടെ വളരെ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക.
ഇതിലേക്ക് ഇനി പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളിയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ പുളി ഇല്ലാത്ത രീതിയിലുള്ള കറിയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് തക്കാളി ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയും കൂടി പപ്പായ കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ പപ്പായയുടെ കൂടെ വയ്ക്കാവുന്നതാണ്. ഇതുണ്ടോ, കുറുകിയിരിക്കുന്ന ഒരു ഗ്രേവിയാണ്, ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി അല്ല. ഇതൊന്നും കൂടി ഒന്ന് കുറുകി വരും. ഇനി ഈ അരപ്പൊന്ന് കുക്കായി വരണം. നമ്മൾ അരച്ചിട്ടുള്ള ആ ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് കുക്കായി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തിളയ്ക്കരുത്, തിളച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ പിരിഞ്ഞതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് ചെക്ക് ചെയ്യുക. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1-2 എണ്ണം സ്പ്ലിറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റേജിൽ തന്നെ ചേർക്കാവുന്നതാണ്, എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ. നമ്മൾ ഈ കറിയിൽ മുളക് പൊടി ചേർക്കില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ കറിയുടെ കളർ മാറും മാത്രം. ഈ ഒരു യെല്ലോ കളറായിരിക്കില്ല കറിക്ക്, കുറച്ചുകൂടി ഒന്ന് ഷെയ്ഡ് മാറി വരും. അപ്പോൾ ഞാനിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. ഒരു മിനിറ്റൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ തേങ്ങയൊക്കെ കുക്കായി വന്നോളും. ആ ജീരകത്തിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി വന്നോളും. അപ്പോൾ നമ്മൾ 1 മിനിറ്റായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ വറവിടാനുള്ള പാൻ വയ്ക്കാം. പാനൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കായത്തൊലിയും ചെറുപയറും കൂടി നമ്മൾ കറി ഉണ്ടാക്കില്ലേ, ആ ഒരു കറിയുടെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ വരിക ഈ ഒരു പപ്പായയും ചെറുപയറും കൂടി കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർക്കാം. ഉള്ളിയുടെ കൂടെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് ബ്രൗൺ ആയി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. പിന്നെ എരിവ് കുറവാണെങ്കിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ വറവിടുമ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ കുക്കായി കഴിഞ്ഞ് ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി ഇതിലേക്കിട്ട് ചൂടാക്കി നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് എരിവ് കുറവാണെങ്കിൽ കറക്റ്റ് ആയിക്കോളും. അങ്ങനെ ചേർക്കാവുന്നതേ ഉള്ളൂ. പച്ചയ്ക്ക് മുളക് പൊടി ചേർക്കരുത്, കുക്ക് ചെയ്തിട്ട് മാത്രം മുളക് പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടി മാറി വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പപ്പായൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. ചെറുപയറാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ പപ്പായയും ചെറുപയറും ചേർത്ത് ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിപ്പോൾ ഇത് കറിയിലേക്ക് ചേർക്കുകയാണ്. നമുക്ക് നമ്മുടെ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നന്നായിട്ട് ചൂട് മാറിക്കഴിയുമ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിക്കുക. ചോറിന് ചൂടുണ്ടാവണം, കറിക്ക് ചൂടുണ്ടാവേണ്ട. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.